കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MSFന്റെ വിലപേശലിന് വഴങ്ങി KSU. യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ സ്ഥാനം MSFന് വിട്ടുകൊടുക്കാൻ KSU തീരുമാനിച്ചു. MSFന് മൃഗീയ ഭൂരിപക്ഷമുള്ള കാലിക്കറ്റിൽ KSUവിന് ഒരു ജനറൽ സീറ്റിൽ ഒതുങ്ങേണ്ടി വരും. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇടപെട്ടിട്ടും ചെയർമാൻ സ്ഥാനമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ MSF കൂട്ടാക്കിയിരുന്നില്ല. വിവരങ്ങളുമായി സാനിയോ മനോമി നമുക്കൊപ്പം. സാനിയോ മനോമി, ഗുഡ് ഈവനിംഗ്. MSFന് അർഹതപ്പെട്ട സീറ്റാണ്, കഴിഞ്ഞ തവണ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇത്രയും വെച്ച് താമസിപ്പിച്ചത് തന്നെ തെറ്റ് എന്ന ഒരു നിലപാടിൽ ഉറച്ച് MSFും അതിന് പിന്നിൽ ലീഗും നിലനിന്നതോടെ KSUവിന് വഴങ്ങേണ്ടി വന്നുവല്ലേ? അതെ സുജയ, അങ്ങനെ തന്നെയാണ്. ഗുഡ് ഈവനിങ്. ആദ്യം തന്നെ ഏതായാലും ഈ വിഷയത്തിൽ KSU MSF വളരെയധികം ഉറച്ചു നിന്നതോടുകൂടിയാണ് KSUവിന് വഴങ്ങേണ്ടി വന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. സ്വാഭാവികമായും MSFന് അർഹതപ്പെട്ടതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. 262 UUCമാർ അവർക്കുള്ളതിൽ 250ഓളം UUCമാരും MSFന്റെ തന്നെയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർക്ക് അർഹതപ്പെട്ട സീറ്റ് തന്നെയാണ് ചെയർമാൻ സ്ഥാനം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലാത്തതാണ്. അതാണ് അവർ ആവശ്യപ്പെട്ടത്. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ തവണയാണ് ആദ്യമായി UDSF മുന്നണി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ സ്ഥാനം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് MSF ആണ്. അതുകൊണ്ട് അന്ന് തന്നെ PK ഫിറോസും ഷാഫി പറമ്പിലും തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിരുന്നതാണ് MSFന് ഈ ഒരു സ്ഥാനം കൊടുക്കാമെന്നുള്ളത്. ഏതായാലും അത് പിന്നീട് നടക്കാതായപ്പോഴാണ് MSFും KSUവും വേറെ വേറെ ചെയർമാൻ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും പ്രചാരണവുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. MSF UDFന് തന്നെ പരാതി കൊടുത്തു, പ്രതിപക്ഷ നേതാവിന് പരാതി കൊടുത്തു. പിന്നീട് UDF ഇടപെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ഇതിന് ചുമതലപ്പെടുത്തുകയായിരുന്നു. ഏതായാലും ആ ചർച്ചകളൊക്കെയും വിജയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ MSF തന്നെ മത്സരിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. 5 ജനറൽ സീറ്റുകളിൽ ഇനി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രമായി, അതായത് ഒരേ ഒരു സീറ്റിലേക്ക് മാത്രമായി KSUവിന് ഒതുങ്ങേണ്ടി വരും എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KSUവിനുള്ളിൽ തന്നെ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ടൊക്കെ ചില അഭ്യൂഹങ്ങളും ചില പ്രശ്നങ്ങളും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഉറപ്പുകൾ, ആ ഉറപ്പുകളെ കുറിച്ചൊക്കെയുള്ള ചർച്ചകളൊക്കെ ഒരുപക്ഷെ ഇനി നടന്നേക്കും. എന്തായാലും ചെയർമാൻ സ്ഥാനം MSFന് എന്ന് ഉറപ്പിക്കുകയാണ്. അവർക്ക് അർഹതപ്പെട്ട സ്ഥാനം അവർ പിടിക്കുന്നു, അതിലേക്ക് അവർ പോവുകയും ചെയ്യുന്നു. താങ്ക് യു സാനിയോ മനോമി, ഗുഡ് നൈറ്റ്.